അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1 kg ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു മസാലയാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യം ചിക്കൻ മസാല തേക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ചെറിയ ജീരകം വലിയ ജീരകം 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും രണ്ടും ഓരോ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എന്താ പറയുക കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു തുടം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ കസ്തൂരി മേത്തി എടുത്തിട്ടുണ്ട് കുറച്ച്, ഒരു പിടി കാഷ്യൂ എടുത്തിട്ടുണ്ട്, 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് തൈര്, പിന്നെ 1 ടീസ്പൂണ് നെയ്യ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഞാനിതെല്ലാം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ ജീരകം വലിയ ജീരകം ഞാൻ പറഞ്ഞില്ല, അത് 1/4 ടീസ്പൂൺ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മുളക് പൊടി 1 ടീസ്പൂണും 2 മുളക് പൊടിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്, എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട്. വറ്റൽമുളക് വേണമെങ്കിൽ നമുക്ക് 3 4 എടുക്കാം. ഞാനിവിടെ കുട്ടികൾ കഴിക്കാനുള്ളതുകൊണ്ട് വല്ലാണ്ട് എടുത്തിട്ടില്ല. പിന്നെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച്, ചെറിയ കഷ്ണം ഇഞ്ചി മതി കേട്ടോ. കസ്തൂരി മേത്തി ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും ഇതെല്ലാം കൂടി ഞാനിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് നെയ്യും. നമ്മൾ സാധാരണ ചിക്കൻ മസാല തേക്കൽ മഞ്ഞളും ഉപ്പും തൈരും ഒക്കെ കൂട്ടിയിട്ടാണല്ലോ സാധാരണ ബിരിയാണി ഫ്രൈ ചെയ്യണ മസാല തേക്കൽ. ഇതങ്ങനെയല്ല കേട്ടോ. ഇത് എന്താ പറയുക, തന്തൂരി ചിക്കൻ്റെ ഒരു മസാലയാണ് നമുക്ക് പറയാം. ചെറുതായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്, എങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ബിരിയാണീൻ്റെ മസാലയും ഈ ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ആദ്യം ചിക്കനിൽ നല്ലോണം മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഓവർനൈറ്റ് വെക്കാം, അതല്ലെങ്കിൽ നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നമുക്കിത് തേച്ചിട്ട് മസാല തേച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി. ഞാൻ കുറച്ച് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, മസാല മുഴുവൻ ഞാൻ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. മസാല നല്ലോണം ഒന്ന് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. അതിൻ്റെ ശേഷം ഞാൻ പിന്നെ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിൻ്റെ ശേഷം ഞാൻ ഒരു ഉള്ളി സവാള ഒരു വലുത് അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാഷ്യും കിസ്മിസും. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് പാനിൽ ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം നല്ലോണം ചൂടായിട്ട് ഞാൻ ഈ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ഉള്ളിയാണ് കേട്ടോ, നീളത്തിൽ കട്ട് ചെയ്തതാണ്, കനമില്ലാതെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടത്. അപ്പോൾ ഞാൻ ആദ്യം അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ശേഷം പിന്നെ നമുക്ക് അതിൽ തന്നെ ഈ പാനിൽ തന്നെ നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കാഷ്യൂ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കിസ്മിസും ഒന്ന് ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സവാള നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. ഇനി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണി. എന്താ പറയുക, നമ്മൾ സാധാരണ ബിരിയാണീൻ്റെ മസാല പോലെയല്ല ഇതിൻ്റെ മസാല. ഉള്ളി നല്ലോണം വഴറ്റി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊക്കെ വൈകിപ്പോയതാട്ടോ, കുറച്ച് തിരക്കായിപ്പോയി. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 4 മതി. ഞാനിത് ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് 5 എടുത്തത്. 4 സവാള മീഡിയം സൈസ് ആണെങ്കിൽ അത്ര മതി. നല്ല ഒരു 2 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും തന്നെ നല്ലൊരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു 10 പച്ചമുളകും 3 തക്കാളി. അതിൻ്റെ ശേഷം ഞാൻ പാന് ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ ചിക്കനിൽ പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മസാല തേച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാൻ അരമണിക്കൂറിലേറെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ചിക്കൻ്റെ ആ കളറൊന്ന് മാറി വന്നതിൻ്റെ ശേഷം നമുക്ക് കോരിയെടുക്കാം. അപ്പോഴേക്കും ഞാൻ അപ്പുറത്തെ പാനിൽ ഞാൻ ഉള്ളി കട്ട് ചെയ്തിട്ട് അത് ശരിക്കും വീഡിയോ ഫുള്ള് കിട്ടിയിട്ടില്ല,
കട്ട് ചെയ്ത് ഞാൻ ഉള്ളി വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 5 ഉള്ളി, ചെറിയ ഉള്ളിയാണ് ഇട്ടത്. ശരിക്കും 4 മതി നമുക്ക് ഒരു മീഡിയം സൈസ് സവാളയാണെങ്കിൽ. അപ്പോൾ അത് ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി സ്റ്റൗവിൽ. അപ്പോൾ അത് നന്നായി വഴന്ന് വരണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. നമുക്ക് ഫുള്ള് നെയ്യിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അതല്ല ഇനി ഓയിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ സവാള വഴറ്റാൻ വേണ്ടി ഇട്ടത്. ഫസ്റ്റ് ഇടുന്ന വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായി പോയതാണ്. നല്ലോണം സവാള വഴഞ്ഞ് വരണം കേട്ടോ. എന്താ പറയുക, എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എണ്ണ കണ്ടോ, എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ നല്ലോണം പേസ്റ്റ് ആക്കൂല, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയുള്ളൂ. കണ്ടോ, എണ്ണ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് വഴന്ന് വരണം കേട്ടോ. അതിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞത് ഒരു 10 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് അത്രയും എരിവ് വേണ്ടെങ്കിൽ കുറച്ച് എടുത്താൽ മതി. എന്നാൽ പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 10 എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് ഒന്ന് വഴന്ന് വന്നതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. ഓരോന്നും ഒന്ന് പച്ചച്ചവ മാറുന്ന വരെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തു. അത് നല്ലോണം ഒന്ന് വഴന്ന് വരണം. തക്കാളിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി ഇതിൻ്റെ വെള്ളമൊക്കെ, ഇതിൻ്റെ ആ ജ്യൂസൊക്കെ ആ ഉള്ളിയിലും മസാലയിലൊക്കെ വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ കുറേ മസാലയൊന്നും ചേർക്കണില്ല. നമ്മൾ മിക്സിയിൽ ആദ്യം നമ്മൾ കോഴിക്ക് ചിക്കന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റിൻ്റെ ബാക്കി ഞാൻ കുറച്ച് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ മസാലകളൊന്നും ഇട്ട് കൊടുക്കണില്ല ഇതിൽ. നമുക്ക് എന്താ പറയുക, ഉള്ളി വഴറ്റുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ടൈം പോണത്. പിന്നൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉള്ളി വഴറ്റാൻ കുറച്ച് സമയം വേണമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. തക്കാളി കണ്ടോ ഒക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ശേഷം കണ്ടോ പേസ്റ്റ് ശരിക്കും ഒരു 2 ടേബിൾ സ്പൂൺ വേണം. എൻ്റെ അടുത്ത് ഞാൻ അത്രയും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തു. നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ ബാക്കി ചിക്കനിൽ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. മസാല ഇട്ട് കൊടുത്തു. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാല. ഇതിൻ്റെ സ്മെല്ല് തന്നെ നല്ല സ്മെല്ലായിരുന്നു. അതൊന്നിട്ട് നല്ലോണം വഴറ്റിയതിൻ്റെ ശേഷം ഞാനിതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് എന്താ പറയുക, കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ മല്ലിച്ചപ്പും പുതിനയും മല്ലിയും കൂടി കട്ട് ചെയ്തതാണ്, അതും കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. പൊടി ഇടുന്ന വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് തോന്നണം. ഗരം മസാല ആണെങ്കിൽ ഒരു ടീസ്പൂൺ, നന്നായിട്ട് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി പിന്നെ അവനാൻ്റെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. കാരണം പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, ആ മസാലയിലും കുറച്ച് എരിവുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടാൽ തന്നെ നല്ല എരിവുണ്ടാവും. അതിൻ്റെ ശേഷം ഞാൻ ആ ഫ്രൈ ചെയ്ത ചിക്കനും ഇട്ട് നല്ലോണം മിക്സാക്കി ഒന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഒന്ന് തുറന്നതാണിത്. നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കുറേ നേരം ഇട്ട് ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം നമ്മളൊരു 1/4 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്താൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചിക്കന്. ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കട്ടോ ഫ്രിഡ്ജിൽ. ചിക്കൻ മസാല തേച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് അങ്ങനെ അവിടെ ഇരുന്ന് ഓഫാക്കി ഞാൻ ചിക്കൻ വെന്തതിൻ്റെ ശേഷം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ അരിയാണ്. അതിലേക്ക് ഞാൻ വെള്ളം പുറത്ത് ഞാൻ എന്താ പറയുക ഗ്യാസ് സ്റ്റൗ ഉണ്ട്, അപ്പോൾ അതിൽ വെച്ചതാണ് കേട്ടോ വെള്ളം വെച്ച് ഞാൻ ഉപ്പൊക്കെ ഇട്ട് തിളച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ഈ 1 കിലോ അരി കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എന്താ പറയുക, ഏതാണ് അരി, ഫിർദൗസാണ് തോന്നുന്നുണ്ട് ഞാൻ വാങ്ങിച്ച അരി. അപ്പോൾ അത് കഴുകി ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ശേഷം പിന്നെ നമുക്ക് തള വരുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ.
നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലേക്ക് കുറച്ച് ഗരം മസാല ഒക്കെ ഇട്ട് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ കൂടി ഒരു 2 പീസ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ മല്ലിച്ചപ്പിൻ്റെ 2 തണ്ടൊക്കെ ഇട്ട് കൊടുത്താൽ സ്മെല്ല് വരുമല്ലോ വെള്ളത്തിന്. നന്നായി ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഞാൻ തിളക്കണ വരെ വെയിറ്റ് ചെയ്തു കേട്ടോ. പെട്ടെന്ന് വേവുമല്ലോ എന്താ പറയുക ബിരിയാണീൻ്റെ റൈസൊക്കെ. നമുക്ക് ഉപ്പ് പാകമാണോ നോക്കാം വെള്ളത്തിൽ. അങ്ങനെ വെള്ളത്തിൽ പാകമാണെങ്കിൽ അരിയിലും എന്താ പറയുക റൈസിലും പാകമാവും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഉപ്പൊക്കെ ഒന്ന് പാകമാണോ നോക്കിയതിൻ്റെ ശേഷം പിന്നെ വീണ്ടും ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് റൈസ് വേവുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ പെരുന്നാളിന് ഉണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടോ. ഞാനിപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്യണത്. അതിന് ശേഷം വെന്തതിൻ്റെ ശേഷം ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുത്തു ഈ വെള്ളത്തിലേക്ക്. നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ ചോറ് ഞാനൊരു എന്താ പറയുക ചോറ് വാർക്കണൊരു കൊട്ടയാണ് സ്റ്റീലിൻ്റെ. അപ്പോൾ അതിലേക്ക് ചോറിന് ഒഴിച്ചു കൊടുക്കുകയാണ്. ചോറ് ഒഴിച്ചതിൻ്റെ ശേഷം നമുക്ക് ദമ്മിടാം. ചോറിന് ഞാൻ ദമ്മിട്ടിട്ടാണ് ചോറ് വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് ദമ്മിട്ട ചോറ് കേട്ടോ. ഞാൻ ചിക്കന് 1 kg ഞാൻ പറഞ്ഞല്ലോ 1 kg ആയിരുന്നു ചിക്കനും. അരിയും 1 kg ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. കറക്റ്റ് റെസിപ്പിയാണ് ഇട്ടത്. ഇത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ശരിക്കും നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി ഉണ്ടാക്കാം. ഞാനിതിലൊരു 5 സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 4 എടുത്താൽ മതി. ഞാൻ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ എന്താ പറയുക ദമ്മിടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ചെമ്പാണത്. അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തു. നല്ല കനമുള്ളൊരു ചെമ്പാണ് ഇട്ടത്. പിന്നെ നമ്മൾ ചോറ് വെന്ത ഉടനെ തന്നെ നമ്മളിതിനൊക്കെ ദമ്മിടണം കേട്ടോ. ചൂടാറിയിട്ടില്ല നമ്മൾ ചോറിനെ ദമ്മിടുക. ആ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ദമ്മിടണം. അപ്പോഴുള്ളൂ ചോറിൻ്റെ ടേസ്റ്റും പിന്നെ ചോറ് വേവാനുള്ള ഒരു ചൂടൊക്കെ വേണമല്ലോ. അപ്പോഴേക്കും ഞാൻ അപ്പുറത്തെ ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് ഞാൻ അതിലൊരു പാന് വെച്ചിട്ടുണ്ട്. അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷം ആ പാനിലേക്ക് നമുക്ക് നമ്മൾ ഈ ബിരിയാണി ദമ്മിടുന്ന ചെമ്പിനെ നമുക്ക് അതിൻ്റെ മുകളിൽ വെക്കണം. എന്നെങ്കിലുള്ള അടി കരിയാതെ നമുക്ക് കിട്ടുക. ഞാനൊരു ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചേ ഇട്ട് കൊടുക്കണുള്ളൂ ഗരം മസാല. അതുമാതിരി 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണുള്ളത് നിങ്ങൾക്ക് 2 ടീസ്പൂൺ 3 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പിന്നെ വല്ലാണ്ട് നെയ്യൊന്നും യൂസ് ചെയ്യലില്ല. കുറച്ച് ചെറുനാരങ്ങയാണ് ഇട്ടത്. ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുനാരങ്ങ. അതിൻ്റെ ജ്യൂസാണ്. അതൊന്ന് ചെറിയ ടീസ്പൂണിനാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ എന്നൊക്കെ പറയാം. പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചോറൊന്ന് മിക്സ് ആക്കി എടുക്കണം നമുക്ക്. മല്ലിയിൽ പുതിനയും മല്ലിയും കൂടിയാണ് ഇട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള ചോറും കൂടി ഇട്ടിട്ട് നമുക്ക് ദമ്മിടുകയാണ്. ഞാൻ ഫസ്റ്റിൽ ആ ഉള്ളി നമ്മൾ എന്താ പറയുക ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സവാളയും കാഷ്യും കിസ്മിസൊക്കെ കൂടി. അപ്പോൾ അത് ഫസ്റ്റത്തെ ലെയറിൽ ഇട്ട് കൊടുക്കാൻ മറന്നു. അപ്പോൾ ഞാൻ ഇതിലിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിനി ചോറ് നമ്മളെന്താ പറയുക ഇത് ദമ്മായതിൻ്റെ ശേഷം നമ്മൾ സെർവ് ചെയ്യുമല്ലോ. അപ്പോഴും നമുക്ക് കുറച്ചൊക്കെ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെക്കാം. ബാക്കിയുള്ളതൊക്കെ പകുതി ഞാനിതിൽ ഇട്ട് കൊടുത്തു കേട്ടോ. ഫ്രൈ ചെയ്ത ഓണിയനും കാഷ്യും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ പഴയതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഗരം മസാല ഇട്ട് കൊടുത്തു. ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. പിന്നെ എന്താ പറയുക നെയ്യ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തു. ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാതും ആദ്യം ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ ലെയറിൽ ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയും പുതിനയും കൂടി കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോഴുള്ള നമുക്ക് ചോറിൽ ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ഉപ്പും ജ്യൂസ് എന്താ പറയുക ലൈമിൻ്റെ പുളിയും എല്ലാം ഈ ചോറിൽ നമുക്കൊന്ന് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ചിക്കനിൽ തട്ടാതെ മിക്സ് ആക്കിയാൽ മതി കേട്ടോ. ചിക്കനിൽ തട്ടി എന്താ പറയുക ചോറിൻ്റെ കളറ് മാറിപ്പോവും. ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ലെവലാക്കിയിട്ട് ഞാനൊരു ഫോയിൽ കവറുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ചോറിനെ കവർ ചെയ്തെടുക്കണുണ്ട്. പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ കേട്ടത് കുറച്ച് മല്ലിയിലയും കുറച്ച് ഓണിയനൊക്കെ. അത് ഗാർണിഷ് ചെയ്യാണ്.
എന്ത് നമുക്ക് കാണുമ്പോഴാണല്ലോ കഴിക്കാൻ തോന്നുക. അതിൻ്റെ ശേഷം ഞാൻ ആ ഫോയിൽ കവർ കൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് മൂടി നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് കവർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെയൊന്ന് ബിരിയാണി വെച്ചിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്ന്. എന്താ പറയുക, ഉള്ളി വഴറ്റുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ കുറച്ച് കൂടുതൽ ടൈം വേണ്ടത്. ഫോയിൽ കവർ വെച്ചിട്ട് ഞാനൊന്ന് മൂടിയിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ മൂടി കൊണ്ട് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഒന്നും ചെയ്യണ്ട. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഇതിനെ ചെമ്പിനെടുത്ത് മാറ്റി വെച്ചു. ഗ്യാസ് സ്റ്റൗവിൽ അപ്പുറത്ത് ഞാൻ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പഴയ പാനാണത്. കാരണം ഓവർ ചൂടായ നമ്മളെ പാനൊക്കെ കേട് വരുമല്ലോ. അപ്പോൾ പഴയൊരു പാന് ഞാൻ ഇതിനായിട്ട് മാറ്റി വെച്ചതാണ്. ഇനി അതിലേക്ക് അതിൻ്റെ മുകളിൽ ഈ ചെമ്പിനെ വെച്ച് ഒരു 15 മിനിറ്റ് സിമ്മിലാക്കി വെക്കുക. പാന് ഞാൻ നല്ല ചൂടുണ്ട് കേട്ടോ. അതിൻ്റെ പാൻ അടിയിൽ വെച്ചത് ഒരു 15 മിനിറ്റ് സിമ്മിലാക്കി വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഒരു 10-20 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തു. അതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ ഇത് ദമ്മിനെ ഞാൻ പൊട്ടിക്കണത്. ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ ചോറിൻ്റെ. കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനും. പിന്നെ ഞാനിതിലേക്ക് സൈഡായിട്ട് കുറച്ച് തൈര് ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഇപ്പം എന്തായിരുന്നു, അച്ചാറുണ്ടായിരുന്നു മാങ്ങൻ്റെ. പിന്നെ ചിക്കന് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ചോറൊന്നും മേൽ തൊട്ടിട്ടില്ല. നല്ല ചോറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലോ അല്ലേ. ഇത്രയൊക്കെയുള്ള വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.